ഹായ്, ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് അൻസലും അൻസലിന്റെ ഫാദറും ആണ്. അൻസലിന്റെ ന്യൂസിൽ പോയിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡന്റ് വിസ അപ്രൂവ് ആയേക്കാണ്. അപ്പോൾ നമുക്ക് അൻസലിന്റെ അടുത്തും അൻസലിന്റെ ഫാദറിന്റെ അടുത്തും ഇതുവരെയുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചറിയാം. അൻസലിന് എവിടുന്ന വരുന്നത്? ഞാൻ മാണിക്കാലത്താണ്. അൻസലിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പൊ ന്യൂസിലൻഡിൽ സ്റ്റുഡന്റ് വിസ അപ്രൂവ് ആയല്ലേ? ഏത് കോഴ്സ് എടുത്തേക്കുന്നത്? ഞാൻ MSc അപ്ലൈഡ് ഹെൽത്ത് സയൻസ് +2 കഴിഞ്ഞ് BS നഴ്സിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു MSc കോഴ്സ് എടുത്ത് ന്യൂസിലേക്ക് പോകാൻ വേണ്ടി എന്താ ശരിക്കും മോട്ടിവേഷൻ ഉണ്ടായിരുന്നത്? ഞാനിപ്പോ ചൂസ് ചെയ്ത കോഴ്സ് MSc ഒരു 1.5 വർഷത്തെ കോഴ്സാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 3 വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പോ പെട്ടെന്ന് നമുക്ക് അവിടെ ഒന്ന് സെറ്റിലായി പിന്നെ വേറെ വേണമെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെ കിട്ടാൻ വേണ്ടി ഈ കോഴ്സ് പഠിച്ച് പുറത്തേക്ക് പോണത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. അതൊന്നും ഞാൻ ചൂസ് ചെയ്തത്. ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തോ അതോ അഫോർഡബിൾ ആയിരുന്നോ? എങ്ങനെയായിരുന്നു എല്ലാ കാര്യങ്ങളും? ഫണ്ട് കോഴ്സ് ഫീസ് അത്യാവശ്യം അഫോർഡബിൾ ആണ്. പിന്നെ ലിവിങ് എക്സ്പെൻസ് നമ്മൾ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. പിന്നെ നമ്മുടെ കയ്യിൽ നിന്നായാലും കുറച്ച് എമൗണ്ടിന്റെ ഒരു ആവശ്യമുണ്ട്. ബാക്കി ടിക്കറ്റ് പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. വീട്ടില് ആരൊക്കെയുണ്ട് ശരിക്കും? വീട്ടില് ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ എന്താ ചെയ്യുന്നത്? ബ്രദർ ഓസ്ട്രേലിയയിലാണ്. ഓക്കെ. അപ്പൊ ഓസ്ട്രേലിയ നോക്കാണ്ട് എന്തുകൊണ്ടാണ് ന്യൂസിലൻഡ് സെലക്ട് ചെയ്തത്? ഓസ്ട്രേലിയയിലേക്ക് പോകാൻ കുറച്ച് ITR അങ്ങനെയായിട്ടുള്ള കുറച്ച് ചടങ്ങുകളുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഈസി ന്യൂസിലൻഡ് ആയിരുന്നു. ITR വലിയ കാര്യമായിട്ട് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ചോയ്സ് ക്യാമ്പയിൻസിന് വന്ന് ഓഫർ ലെറ്റർ കിട്ടി എത്ര സമയത്തുകൊണ്ടാണ് വിസ അപ്രൂവ് ആയത്? ചോയ്സ് ക്യാമ്പയിനിൽ വന്ന ഓഫർ ലെറ്റർ കിട്ടി ശരിക്കും 3 months ഒക്കെ എടുക്കേണ്ടതാണ്. പക്ഷെ എനിക്കൊരു 1.5 months അത് റെഡിയായി കിട്ടി. എത്ര സമയം കൊണ്ടാണ് ലോൺ ഡോക്യുമെന്റേഷൻ ചെയ്ത് വിസ കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തത്? ലോൺ ഡോക്യുമെന്റേഷൻ ചെയ്യാൻ എനിക്കൊരു 1.5 months എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിസയ്ക്ക് വെച്ചിട്ട് വീണ്ടും ഒരു 1.5 months വിസ അപ്രൂവ് ആവാൻ എടുത്തു. പിന്നെ ഫീസ് പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ലിവിങ് എക്സ്പെൻസും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഫൈനൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം തന്നെ എനിക്ക് വിസ. എങ്ങനെയായിരുന്നു ചോയ്സ് ക്യാമ്പയിൻസ് ടീം? എങ്ങനെയുണ്ട് ഓവറോൾ നോക്കുമ്പോൾ? ചോയ്സ് ക്യാമ്പയിൻ ടീം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ലോണിന്റെ ആവശ്യത്തിന് അതിൽ എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും വേണ്ടി വന്നാൽ തന്നെ അവര് വിളിക്കുമ്പോൾ തന്നെ കോൾ എടുത്ത് അപ്പൊ തന്നെ നമുക്ക് വാട്സാപ്പിലെല്ലാം അറേഞ്ച് ആക്കി തരും. പിന്നെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്തു തന്നു. ഇപ്പൊ കാലടി ആയതുകൊണ്ട് തന്നെ കാലടിയില്, അങ്കമാലില്, അതല്ലെങ്കിൽ കൊച്ചി നോക്കുമ്പോൾ ഒത്തിരി സ്റ്റഡി അബ്രോഡിന്റെ കൺസൾട്ടൻസീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അൻസലിന് ന്യൂസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചോയ്സ് ക്യാമ്പയിൻസ് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കാൻ കാരണം? നമ്മൾ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ കുഴപ്പമില്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചു. അവര് ചോദിച്ചു കഴിയുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ശരിയാക്കി സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടേക്ക് തിരിഞ്ഞു. അപ്പൊ പറഞ്ഞ രീതി അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. നമുക്കും ചെയ്ത് കിട്ടി. ചില ഏജൻസിക്കാരൊക്കെ ഇങ്ങനെ സ്റ്റുഡന്റ് വിസയ്ക്ക് പ്രോസസ് ചെയ്യുമ്പോൾ കുറെ ഫീസ് ഈടാക്കാറുണ്ട്. ഏജൻസി ഫീസ് ആയിട്ടും അങ്ങനെ ഡോക്യുമെന്റേഷൻ ഫീസ് ആയിട്ടും. നമ്മുടെ ചോയ്സ് വഴി വന്നപ്പോൾ എങ്ങനെയാണ്? ഏജൻസി ഫീസ് വാങ്ങിയോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ ഫീസ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിയായിരുന്നോ? ഇല്ല, ഒന്നും വാങ്ങിയിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മൊബൈലിലൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയും ബാങ്കിന്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. അൻസൽ പറഞ്ഞു ബ്രദർ ഓസ്ട്രേലിയ ആണ്. അപ്പോൾ മോൻ പോയ ഏജൻസി ചൂസ് ചെയ്യാണ്ട് നമ്മുടെ ചോയ്സ് ക്യാമ്പയിൻസ് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാൻ കാരണം? നമ്മൾക്ക് ഇത്തിരി കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് അതാണ്. അവർ കുറച്ചും കൂടി ഡിലേ ആയിരുന്നു. അപ്പൊ അത് കാരണം നമ്മൾ ചോയ്സിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നല്ലതെന്ന് പറഞ്ഞ കാരണം കൊണ്ട് അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു അവരെ കാര്യങ്ങൾ ചെയ്തു. ചേട്ടൻ ഇപ്പൊ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആണോ? അതൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടാണോ ചേട്ടൻ തോന്നുന്നത്? മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുവരെ നോക്കി കഴിയുമ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു ന്യൂസിലൻഡ് സ്റ്റഡി അബ്രോഡ് നോക്കുന്നുണ്ടെങ്കിൽ അഫോർഡബിലിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടോ? വളരെ ബെറ്റർ ആണ്. ശരിക്കും ബെറ്റർ ആണ്. അൻസലിന് മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എത്രയാ ടോട്ടൽ ഫീസ് വരുന്നത്? കോഴ്സ് ഫീസ് വരുന്നത് 18 ലക്ഷം. 18 ലക്ഷം. അത് ഇൻക്ലൂഡിങ് സ്കോളർഷിപ്പ് ആണോ എക്സ്ക്ലൂഡിങ് ആണോ എങ്ങനെയാണ്? അത് ഇൻക്ലൂഡിങ് സ്കോളർഷിപ്പ് ആണ്. അപ്പോൾ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ അത്യാവശ്യം അക്കാഡമിക് നല്ല സ്ട്രോങ് ആയിരുന്നു അല്ലേ? നല്ല സ്ട്രോങ് മാർക്ക് ഉണ്ടായിരുന്നു ഡിഗ്രിക്കൊക്കെ. അപ്പൊ അൻസല് BS നഴ്സിംഗ് കഴിഞ്ഞ് നാട്ടില് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്ട് പെട്ടെന്ന് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ചൂസ് ചെയ്യാൻ എന്താണ് റീസൺ ഉണ്ടായത് ശരിക്കും?
ഈ കോഴ്സ് ആണെങ്കിൽ 1.5 വർഷമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് 3 വർഷം സ്റ്റേ ബാക്കും കിട്ടും. അപ്പൊ ആ സ്റ്റേ ബാക്കിനുള്ളിൽ നമ്മള് എവിടെയല്ലെങ്കിലും വേറെ ജോബ് എന്തെങ്കിലും കണ്ടുപിടിക്കണം. ആദ്യം ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം. പിന്നെ ഈ കോഴ്സിനായാലും അവിടെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ചൂസ് ചെയ്തത്. വീഡിയോസ് കാണുന്ന കൂടുതലായിട്ടും പാരന്റ്സ് മൊത്തം ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പാരന്റ്സിന് കുറച്ച് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് വിസ ടീം നമ്മളെ എങ്ങനെ ഉണ്ടായിരുന്നു ചോയ്സ് ക്യാമ്പൻസിന്റെ? വിസ ടീം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അവര് നല്ല എക്സ്പീരിയൻസ് ആണ്, അവർക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമെന്ന് തോന്നിയായിരുന്നു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ്. അൻസലിന് എന്തെങ്കിലും കൺസേൺ വന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പാരന്റ്സിനോ അല്ലെങ്കിൽ ഈ പ്രോസസ്സിൽ ഉള്ള ആർക്കെങ്കിലും, ഇപ്പൊ ബ്രദറിനാണെങ്കിലും അല്ലെങ്കിൽ മദറിനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കൺസേൺ വന്നു കഴിഞ്ഞപ്പോൾ ചോയ്സ് ക്യാമ്പൻസിന്റെ ടീം നന്നായിട്ട് ഗൈഡ് തന്നായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും? തന്നായിരുന്നു. അൻസലിന് വിസ കിട്ടിക്കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു ഹാപ്പി മൊമെന്റ്സ്? ഹാപ്പിയായി. അപ്പൊ എന്നാ ട്രാവലിംഗ് ന്യൂസിലൻഡിലേക്ക്? ട്രാവലിംഗ് നാളെ വൈകിട്ട്. ഓക്കെ. ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തോ അതോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ? എങ്ങനെയാണ്? ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ടായി. അത് കുറച്ച് ലാഗ് വന്നു. അതായത് വിസ വരാൻ വേണ്ടിട്ടാണോ അതോ വിസ കിട്ടാൻ വേണ്ടിട്ടാണോ ലേറ്റ് ആയി? എങ്ങനെയാണ്? വിസ ഓൾറെഡി അപ്രൂവ് ആയിരുന്നു. പിന്നെ അതിന് ഈ ഫീസ് പേയ്മെന്റിന് പിന്നെ ലീവിംഗ് എക്സ്പെൻസ് ട്രാൻസ്ഫർ അതിന് ചെറിയ ലാഗ് വന്നു. ഫണ്ടിങ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺ ഫണ്ടിങ് ആയിരുന്നോ? എഡ്യൂക്കേഷൻ ലോൺ ആയിരുന്നോ? എഡ്യൂക്കേഷൻ ലോൺ ആയിരുന്നു. ഫുൾ എഡ്യൂക്കേഷൻ ലോൺ തന്നെയായിരുന്നു. നമ്മുടെ ന്യൂസിലേക്ക് ട്രൈ ചെയ്യുന്ന കുറെ സ്റ്റുഡൻസിന്റെ പാരന്റ്സിനുള്ള കൺസേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലേക്ക് പോകാൻ വേണ്ടി ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ITR വേണം, ഗവൺമെന്റ് ജോലി വേണം, പിന്നെ ഫുൾ ലോൺ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. അൻസലിന്റെ കേസിൽ എങ്ങനെയായിരുന്നു ശരിക്കും ഫണ്ടിങ്? ഞാൻ ശരിക്കും ലോണാണ് എടുത്തത്. ഓക്കെ. ലോൺ എടുത്തു. പിന്നെ മാർജിൻ എമൗണ്ട് ഒരു ചെറിയ എമൗണ്ട് ലോണിൽ നിന്ന് പിടിക്കും. അപ്പൊ അത് നമ്മൾ കയ്യിൽ നിന്നിടേണ്ട ഒരു ആവശ്യം വന്നോളൂ. ITRന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നോ? ITRന്റെ ഇഷ്യൂ വന്നില്ല. പക്ഷെ നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ITR സബ്മിറ്റ് ചെയ്തായിരുന്നു. പിന്നെ ലോൺ റീപേയ്മെന്റിന് വേണ്ടിട്ട് ഇപ്പൊ 10-35 ലക്ഷം ലോൺ എടുക്കുമ്പോൾ ലോൺ റീപേയ്മെന്റിന് വേണ്ടിട്ട് എന്തെങ്കിലും എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? ലോൺ റീപേയ്മെന്റിന് സോഴ്സ് ആയിട്ടാണ് മെയിൻ ITR വെച്ചത്. പിന്നെ നമ്മള് ഒരു ചെറിയൊരു തുക ഫിക്സഡ് ഡെപ്പോസിറ്റും സേവിങ്സ് ഒക്കെ ആയിട്ട് കാണിച്ചു. അപ്പോ അൻസലിന്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കും ഈസി ആയിട്ട് ന്യൂസിലേക്ക് സ്റ്റുഡൻസിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. റിസ്ക് എടുക്കാൻ പറ്റാവുന്നവരാണെങ്കിൽ സാധിക്കും. തോമസ് ചേട്ടാ, അൻസൽ ന്യൂസിലേക്ക് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ വേറെ ഏജൻസികളൊക്കെ പോയി അന്വേഷിച്ചായിരുന്നോ അതോ ചോയ്സിലേക്ക് തന്നെയാണോ അന്വേഷിച്ചിട്ടുള്ളൂ? നമ്മൾ വേറെ സെപ്പറേറ്റ് അങ്ങനെ വേറെ ഏജൻസിയിലേക്ക് പോയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കേട്ടിടത്തോളം വെച്ച് നമ്മൾ ആ ഒരു ഇത് വെച്ചാണ് ചോയ്സിലേക്ക് വന്നത്. നമുക്ക് അതിന്റെ അനുസരിച്ച് സപ്പോർട്ട് കിട്ടി, നമ്മളത് ചെയ്തു. ചേട്ടന്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഇപ്പോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് നമുക്ക് ഫുൾ ലോൺ എടുത്തിട്ട് ഒക്കെ ന്യൂസിലേക്ക് സ്റ്റുഡന്റ് വിസ ട്രൈ ചെയ്യാൻ പറ്റുമെന്നല്ലേ തോന്നുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ. കാരണം എമൗണ്ട് വലിയ കാര്യമായിട്ട് വന്നില്ല, 3 വർഷത്തെ സ്റ്റേ ബാക്ക് ഉണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. അൻസലിന് വിസ കിട്ടിയെന്ന് പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു ഹാപ്പി മൊമെന്റ്സ്? എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നല്ലൊരു ഇതായിരുന്നു. കാരണം കിട്ടൂല എങ്ങനെയാന്ന് സമയം വൈകിയതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടായി. എന്നാലും കിട്ടി, പെട്ടെന്ന് നടന്നു കാര്യങ്ങളെല്ലാം. നിസ്സാര സമയം കൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു. ബാങ്കിന്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമാണ് ഇച്ചിരി വന്നത്. അതും പെട്ടെന്ന് തന്നെ അവർ ഓക്കെ ആക്കി പേപ്പറൊക്കെ ശരിയാക്കി തന്നു. അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. മനസ്സിലപ്പോ 2 ദിവസം കഴിയുമ്പോൾ ന്യൂസിലേക്ക് ട്രാവൽ ചെയ്യാലേ? ന്യൂസിൽ എത്തിക്കഴിയുമ്പോൾ ചോയ്സ് ക്യാമ്പയിൻസിന്റെ ടീം എന്തെങ്കിലുമൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ടോ? അക്കോമഡേഷൻ അറേഞ്ച്മെന്റ്സ്, എയർപോർട്ട് പിക്കപ്പ്, പാർട്ട് ടൈം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? എനിക്ക് എയർപോർട്ട് പിക്കപ്പും അക്കോമഡേഷനും ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പിന്നെ ബാക്കി അന്വേഷിക്കണം. അതിന് ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഏതെങ്കിലുമൊക്കെ സ്റ്റുഡൻസിന്റെ കോൺടാക്ട് നമ്പർ തരുമോ? അതല്ലെങ്കിൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? സെയിം കോളേജിൽ പഠിക്കുന്ന സെയിം കോഴ്സ് ഒക്കെ അവരുടെ 1-2 പേരുടെ നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ അൻസൽ ഓൾറെഡി BS നഴ്സിംഗ് കഴിഞ്ഞതല്ലേ? അപ്പോ ഈ ഒരു പ്രോഗ്രാം പഠിച്ചു കഴിയുമ്പോൾ ആണെങ്കിലും അതല്ലെങ്കിൽ പഠിക്കുന്നതിന് മുമ്പാണെങ്കിലും നമുക്ക് രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ അൻസൽ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടോ? എങ്ങനെയാണ്? ഇപ്പൊ എന്തായാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പ്ലാൻ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫർദർ ചിലപ്പോ രജിസ്ട്രേഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ കോഴ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ജോബ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും.
ചോയ്സിലേക്ക് ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് അതല്ലെങ്കിൽ കസിൻസ് ഒക്കെ ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളെ കുറിച്ച് പറയാൻ പോകുന്നത്, നമ്മുടെ പ്രോസസ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ റെക്കമെൻഡ് റെക്കമെൻഡ് ചെയ്യും. ഇനി ഫാദറിനെ നമ്മൾ ചോദിച്ചു നോക്കാം എങ്ങനെയായിരുന്നു ആരെങ്കിലും ഒക്കെ ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ ചെയ്യുമോ അതോ എങ്ങനെയാണ് ചെയ്യും. ഓക്കെ, അപ്പൊ അൻസലെ ബെസ്റ്റ് വിഷസ്. ന്യൂസിൽ പോയി മാസ്റ്റേഴ്സ് കഴിഞ്ഞ് സെറ്റിൽ ആവട്ടെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, തോമസ് ഏട്ടാ ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ചോയ്സ് ക്യാമ്പയിൻ സ്റ്റഡി.